ഫക്രുദ്ദീൻ അലി ഇവിടെ ഇപ്പോൾ ആരോപണ വിധേയനായിരിക്കുന്ന ആൾ CPM-ന്റെ ഏരിയ കമ്മിറ്റി അംഗമാണ്, വർഗ ബഹുജന സംഘടനകളുടെ നേതാവാണ്, CITU-വിന്റെ ജില്ലാതലത്തിൽ പ്രവർത്തിക്കുന്ന നേതാവാണ്, മുഹമ്മദ് റിയാസിന്റെ അടുത്ത അനുയായിയായി അറിയപ്പെടുന്ന ആളാണ്. മുഹമ്മദ് റിയാസ് എന്ന് പറയുന്നത് തുടർച്ചയായി എന്നെ നെഗറ്റീവായ പ്രശ്നങ്ങളിലേക്ക് വലിച്ചിഴയ്ക്കുകയാണ് എന്ന്. ഇവിടെ പരാതിക്കാർ നൽകിയ പരാതി അനുസരിച്ച് മുഹമ്മദ് റിയാസ് അടക്കമുള്ള നേതാക്കൾ മുഖേന PSC അംഗത്വം തരപ്പെടുത്തി കൊടുക്കാം എന്നുള്ളതായിരുന്നു വാഗ്ദാനം എന്ന് വരുന്നതോടുകൂടിയാണ് അദ്ദേഹത്തിന്റെ പേര് വരുന്നത്. അതിനപ്പുറത്ത് മുഹമ്മദ് റിയാസ് ഇക്കാര്യത്തിൽ ഡയറക്ട്ലി ഇൻവോൾവ് ആയി എന്ന പരാതി ആർക്കുമില്ല, പരാതിക്കാർക്കുമില്ല, കേൾക്കുന്നവർക്കുമില്ല. അപ്പോൾ ഈ ഇരവാദം മുഴക്കുന്നതിനേക്കാൾ നല്ലത് കൃത്യമായ ഒരു അന്വേഷണം നടക്കുക. പോലീസ് ഇങ്ങനൊരു പരാതി ഉണ്ടെങ്കിൽ അത് പോലീസിന് ഹാൻഡ് ഓവർ ചെയ്യുക, പോലീസ് അന്വേഷിക്കുക എന്നുള്ളതല്ലേ? പോലീസ് അന്വേഷിക്കേണ്ടതാണ്. പക്ഷേ അത് ഈ വന്നിട്ടുള്ള ആളല്ലേ കൊടുക്കേണ്ടത്. പിന്നെ റിയാസിനെ സംബന്ധിച്ചിടത്തോളം റിയാസിന് പാർട്ടി സംവിധാനമുണ്ട്. ഇവരൊക്കെ ആ പാർട്ടി സംവിധാനം ഇടതുപക്ഷത്തിൽ എസ്പെഷ്യലി CPM-ലാകുമ്പോൾ അവരാ ലെനിനിസ്റ്റ് പാർട്ടി സംവിധാനത്തിൻ്റെ അകത്തു നിന്നുകൊണ്ടാണ് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കും. പുറത്ത് കൊടുക്കേണ്ടവർ പുറത്ത് കൊടുക്കും. അത് ഇവർ മാത്രമല്ല, ഇപ്പോൾ നമ്മളറിയാലോ മത സമുദായ സംഘടനകളാണെങ്കിലും അവരുടെ ഉള്ളിലുള്ള പ്രശ്നം ആദ്യം അവർ അവിടെ തീർക്കാൻ ശ്രമിക്കും, എന്നിട്ടും തീർന്നില്ല മാത്രമാണ് അവർ പുറത്ത് കൊടുക്കാറുള്ളത്. നമ്മുടെ നാട്ടിൽ അങ്ങനെ നാട്ടു നടപ്പുണ്ട്. പിന്നെ റിയാസ് ഇരവാദം ഉയർത്തുന്ന ചെറിയൊരു കാര്യമുണ്ട്. റിയാസ് ഭയങ്കരമായിട്ട് കോഴിക്കോട്ടുകാർക്കൊക്കെ അറിയാവുന്നതാണ് റിയാസ് നന്നായിട്ട്. റിയാസ് ഭയങ്കരമായിട്ട് ആദ്യം തൊട്ട് ടാർഗറ്റ് ചെയ്യപ്പെട്ട ഒരാളാണ്. അപ്പം റിയാസിനെ നിങ്ങളൊക്കെ ആദ്യം ശ്രദ്ധിക്കുന്നത് വീരേന്ദ്ര കുമാറിന് കോഴിക്കോട് ലോക്സഭാ സീറ്റ് 2009 അത് ജനതാദളിൻ്റെ കയ്യിൽ നിന്ന് എടുത്തിട്ട് ഈ CPM ഏറ്റെടുക്കുന്നു. അത് റിയാസിനെ അവിടെ സ്ഥാനാർത്ഥിയാക്കുന്നു. അന്ന് ഈ റിയാസ് CPM DYFയുടെ ജില്ലാ പ്രസിഡൻ്റായിട്ട് ചാർജ് എടുത്തിട്ടേ ഉള്ളൂ. അന്ന് തൊട്ട് ഈ ജനതാദളിൻ്റെ കയ്യിൽ നിന്ന് സീറ്റ് എടുത്തതോടുകൂടി തന്നെ അവിടെ സ്ഥാനാർത്ഥിയായി വന്ന റിയാസ് ആയതുകൊണ്ട് റിയാസ് ഭയങ്കരമായിട്ട് പല രീതിയിൽ അയാൾ ആക്രമിക്കപ്പെടുന്നുണ്ട്. അത് കഴിഞ്ഞ് മന്ത്രിയായതിനു ശേഷവും മരുമകൻ എന്ന രീതിയിലാണ് റിയാസ് ആക്രമിക്കപ്പെടുന്നത്. റിയാസിന് അതിന് വേറെ ഐഡൻറ്റിറ്റി ഇല്ലേ? മരുമകൻ മാത്രമല്ലല്ലോ റിയാസ് എന്ത് പറഞ്ഞാലും. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ പിന്നെ ഈ പറഞ്ഞ സെക്കുലർ പാർട്ടികളിലൊക്കെ മറ്റു പല സംഘടനകളുടെ ആളുകളൊക്കെ അത് നുഴഞ്ഞ് കയറിയിട്ടുണ്ട്. പക്ഷേ ആ നുഴഞ്ഞ് കയറിയ ആളുകളുടെ വക്താവല്ല, അല്ലെങ്കിൽ ആ കൂട്ടത്തിൽ പെടുന്ന ആളല്ല റിയാസോ ഷംസീറോ ആരിഫോ ഒന്നും എനിക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. പക്ഷേ ഇവരെല്ലാം തന്നെ നമ്മൾ പല ന്യൂ മീഡിയയിലെല്ലാം ചിത്രീകരിക്കപ്പെടുന്നത് ഇങ്ങനെ വന്നിട്ടുള്ള ആളുകളായിട്ടാണ്. അപ്പോൾ ഇതൊക്കെ പിന്നെ മാത്രമല്ല, ഇവിടെ ഇപ്പം കോഴിക്കോട് റോഡ് പണിയായിട്ട് ബന്ധപ്പെട്ട് പല കാര്യങ്ങളും നടക്കുമ്പോൾ റിയാസ് എന്തോ മഹാപാതകം ചെയ്യുന്ന രീതിയിലാണ് അറ്റാക്ക് ചെയ്യപ്പെടുന്നത്. സ്വാഭാവികമായിട്ടും റിയാസ് അങ്ങനെ പറയാനുള്ള ഒരു സാഹചര്യം കേരളത്തിൽ നിലവിലുണ്ട്. അല്ല, അപ്പോൾ ആ തരത്തിൽ വേട്ടയാടപ്പെടുന്നുണ്ടെങ്കിൽ അത് പറയാം. ഇവിടെ പക്ഷേ പാർട്ടിക്കകത്തൊരു പരാതി ഉണ്ടാവുന്നു. പാർട്ടിക്കകത്ത് പരാതി എന്ന് പറയുന്നത് പാർട്ടിയുടെ എന്തെങ്കിലും അച്ചടക്കം ലംഘിച്ചു എന്നോ അതല്ലെങ്കിൽ പാർട്ടിക്കകത്ത് ജീർണത സംഭവിച്ചു എന്നോ ഒന്നും അല്ല, മറിച്ച് കോഴ വാങ്ങിച്ചു എന്നുള്ളതാണ്. പണം വാങ്ങിച്ച് PSC അംഗത്വം വാഗ്ദാനം ചെയ്തു എന്നുള്ളതാണ്. PSC എന്ന് പറയുന്നത് ഒരു ഭരണഘടനാ സ്ഥാപനമാണ്, വളരെ പ്രധാനപ്പെട്ട സ്ഥാപനമാണ്, നമ്മുടെ നാട്ടിലെ റിക്രൂട്ട്മെന്റ് നടത്തുന്ന ഒരു വിശുദ്ധിയുള്ള സ്ഥാപനമാണ്. അപ്പോൾ ആ സ്ഥാപനത്തിലേക്ക് റിക്രൂട്ട്മെന്റ് നടത്തുന്ന സ്ഥാപനത്തിലേക്ക് നടക്കുന്ന റിക്രൂട്ട്മെന്റ് ഇങ്ങനെയാണ്. ഒരു പരമപ്രധാനമായ പദവിയിലേക്ക് കാശ് വാങ്ങി ആളെ എടുക്കുകയാണെന്ന് പറഞ്ഞാൽ CPM ഭരിക്കുന്ന കേരളത്തിൽ അതിനേക്കാൾ വലിയൊരു നാണക്കേടും അപമാനവും ആ പാർട്ടിക്ക് വരാനില്ല. അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കേവല സംഘടനാ വിഷയം മാത്രമല്ലല്ലോ ശ്രീ ഫക്രുദ്ദീൻ. അതിൽ റിയാസ് ഉണ്ടെന്നല്ല ഞാൻ പറയുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ ഒന്നുകിൽ ഒരു കംപ്ലൈന്റ് വരണം, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ദിവസമായിട്ടല്ലേ ഉള്ളൂ, നാളെ അവരെന്താ തീരുമാനം എടുക്കാൻ നമുക്ക് നോക്കാം. ഇതൊരു ഈ രീതിയിൽ സംഭവം നടന്നിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് അതൊരു പോലീസ് കേസായി അന്വേഷിക്കപ്പെടേണ്ട വിഷയം തന്നെയാണ്. അക്കാര്യത്തിൽ ഒന്നും സംശയമൊന്നുമില്ല. പക്ഷേ ഇവർക്ക് ഈ പാർട്ടിക്ക് അതിൻ്റെതായ രീതിയുണ്ട്. അവരനുസരിച്ച് ഒരുപക്ഷെ നാളെ അവരുടെ അന്വേഷണം ഉണ്ടാവും. അതിനുശേഷം അത് ഒരുപക്ഷെ ഒരു പോലീസിന് കൈമാറുന്നുണ്ടാവും. പിന്നെ ഈ റിയാസിന് അത് ആർക്കും പറ്റാവുന്ന കാര്യം, ഈ ഫ്രോഡുകൾ ഏതെങ്കിലും അധികാര സ്ഥാനത്തൊക്കെ എന്തെങ്കിലും ഉള്ളിത്തറച്ച ബന്ധവും പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ എയർപോർട്ടിൽ നിന്ന് കണ്ട ബന്ധവും പറഞ്ഞുകൊണ്ട് അടുത്ത് കൂടും. ഈ അടുത്ത് കൂടുന്ന ഒരു സെൽഫി കൊടുക്കും, ചിലപ്പോൾ അടുത്ത വീട്ടിലായിരിക്കും താമസിക്കുക എന്നൊക്കെ വിചാരിച്ചിട്ട് ഇവർ ചില കാര്യങ്ങൾ നടത്തുമ്പോൾ അത് നേരിട്ട് മറ്റേ വ്യക്തി അറിയണമെന്നില്ല, അല്ലെങ്കിൽ ഒരു ബന്ധം ഉണ്ടാവില്ല. പക്ഷേ പുറത്തുനിന്ന് നോക്കുമ്പോൾ നമുക്കങ്ങനെ ഫീൽ ചെയ്യും. അത് റിയാസിൻ്റെ കുഴപ്പമല്ല. ഇനിയിപ്പം ആ രീതിയിൽ റിയാസ് ഒരു ജാഗ്രത കാണിക്കണമെന്ന് ചോദിച്ചാൽ ഇയാൾ പാർട്ടിയിൽ ഏരിയ കമ്മിറ്റി മെമ്പറായ സ്ഥിതിക്ക് സ്വാഭാവിക സഹാക്കൾ വരുമ്പോൾ റിയാസിന് സംസാരിക്കേണ്ടതായി വരും. സോഫ ഇതിൽ റിയാസിനെ എന്താ പറയുക കുറ്റപ്പെടുത്താൻ യാതൊരു ഘടകം ഉണ്ടായി എനിക്ക് തോന്നിയിട്ടില്ല. ശരി.